ഗോൾഡിൻ്റെ റേറ്റ് കൂടി പോകുന്നത് ശരിക്കും നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ റിസർവ് ബാങ്കിന്, നമ്മുടെ RBIക്ക് അത് അത്രയും നല്ലതല്ല എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. കാരണം ലോകത്ത് ഒരു റിസർവ് ബാങ്കും ഇറക്കാത്തതുപോലെ ഗോൾഡ് സോവറിൻ ബോണ്ട് ഇറക്കുകയും അത് വലിയ രീതിയിൽ ഇന്ത്യയിൽ വിറ്റുപോവുകയും ചെയ്തു. ഇറ്റ് മീൻസ് ഒരു ആൾ ഗോൾഡ് സോവറിൻ ബോണ്ട് വാങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സെല്ലർ വേണമല്ലോ. ആരാണ് ശരിക്കും സെല്ല് ചെയ്തിരിക്കുന്നത്? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഗോൾഡ് സോവറിൻ ബോണ്ട് സെല്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഗോൾഡിൻ്റെ പ്രൈസ് ഇത്രയ്ക്ക് ഹൈ ആയിട്ട് കൂടി പോയി കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ വലിയ നഷ്ടം ഉണ്ടാകുന്ന ആർക്കാണ്? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. ഈ നഷ്ടം മാത്രമല്ല, ഇതുകൂടാതെ എല്ലാ വർഷവും 2.5% പ്രോഫിറ്റ് കൂടി എക്സ്ട്രാ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുകയാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് വലിയ മണ്ടത്തരമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എനിവേസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് പുതിയ ഗോൾഡ് സോവറിൻ ബോണ്ട് അവർ ഇറക്കാതെ ഇരിക്കുന്നത്. ഒരു പക്ഷേ ഈ തവണത്തെ ബഡ്ജറ്റിൽ വീണ്ടും ഗോൾഡിൻ്റെ ടാക്സ് കുറച്ചുകൊണ്ട് ഈ നഷ്ടം നികത്താൻ ഒരു പക്ഷേ നമ്മുടെ ഗവൺമെൻറ് ശ്രമിക്കാം എന്നെനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും.